إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ, അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടുള്ള പോലെ നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പുകളിലും ഫേസ്ബുക്കിലും ചില പള്ളികളുടെയും മദ്രസകളുടെയും മുമ്പിലൊക്കെ ചില ബോർഡ് നമുക്ക് കാണാം. പുണ്യ റബീഇന് സ്വാഗതം. അങ്ങനെ ഒന്ന് റബീഉൽ അവ്വൽ മാസത്തിന് മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും പുണ്യങ്ങളുള്ളതായി വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ പഠിപ്പിച്ചതായി നമുക്ക് കാണുക സാധ്യമല്ല. ചില മാസങ്ങൾക്കും ആ മാസങ്ങളിലെ ചില ദിവസങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പവിത്രതയും പുണ്യവും കൽപ്പിച്ചതായി നമുക്ക് കാണാം. എന്നാൽ അക്കൂട്ടത്തിലൊന്നും റബീഉൽ അവ്വൽ മാസമോ
അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 12 നമുക്ക് കാണുക സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു മാസമാണിത്. റബീഉൽ അവ്വൽ മാസത്തിന്റെ പ്രത്യേകത ചരിത്രപരമായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. റബീഉൽ അവ്വൽ മാസത്തിലെ 12ാമത്തെ ദിവസം തിങ്കളാഴ്ച ഹിജറ വർഷം 11ാമത്തെ വർഷത്തിലാണ് 63ാമത്തെ വയസ്സിൽ മഹാനായ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത്. എന്നാൽ പലപ്പോഴും പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചല്ല, മറിച്ച് പ്രവാചകന്റെ ജന്മദിനത്തെ കുറിച്ചാണ് ഈ ഒരു മാസത്തിൽ സമൂഹത്തിൽ ചർച്ചയുണ്ടാകാറുള്ളത്. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ പ്രവാചകൻ ജനിച്ച ദിവസം സ്ഥിരീകരിക്കപ്പെട്ട ഒരു ദിവസമല്ല. പ്രവാചകൻ ജനിച്ച മാസത്തെ സംബന്ധിച്ചും പ്രവാചകൻ ജനിച്ച ദിവസത്തെ സംബന്ധിച്ചും ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രവാചകൻ ജനിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു മാസം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിട്ടാണ് മരണപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ മരണം ചരിത്രപരമായി രേഖപ്പെടുത്തി വെച്ചതുപോലെ പ്രവാചകൻ ജനിക്കുന്ന സമയത്ത് പ്രവാചകനല്ലാത്തത് കൊണ്ട് തന്നെ ജനന സംബന്ധമായ കാര്യങ്ങൾ വിശാലമായും ആധികാരികമായും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ജനനത്തോടനുബന്ധിച്ച് നടന്ന ചില സംഭവ വികാസങ്ങൾ കള്ളക്കഥയായി നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലവിലുണ്ട്. അതാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടത്. അതാണ് പലപ്പോഴും ഇന്നും സമൂഹത്തിൽ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. പ്രവാചകൻ ജനിച്ചപ്പോ സാബാ തടാകം പറ്റിപ്പോയി, പേർഷ്യക്കാർ ആരാധിച്ചു കൊണ്ടിരുന്ന അഗ്നികുണ്ഡമാകെ പൊലിഞ്ഞുപോയി, വിഗ്രഹങ്ങൾ തലകുത്തി വീണു തുടങ്ങി പ്രാമാണികമല്ലാത്ത, വസ്തുതയ്ക്ക് നിരക്കാത്ത, ആധികാരികമായി ഒരു തെളിവുമില്ലാത്ത ഇത്തരം കള്ളക്കഥകളാണ് മദ്രസകളിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്പോഴും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണമെന്നുള്ള വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിൽ രണ്ടഭിപ്രായമില്ല. എന്താണ് ഇസ്ലാമികമായ വീക്ഷണം? അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്നത് അത് ഈമാനിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാത്തവൻ, ആ പ്രവാചകനെ ആദരിക്കാത്തവർക്ക്, ആ പ്രവാചകനെ ബഹുമാനിക്കാത്തവർക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. പ്രവാചകനെ സ്നേഹിക്കാത്തവൻ മുസ്ലിം അല്ല. അതാണ് ഇസ്ലാമികമായ വീക്ഷണം. അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു കാര്യം അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല, പ്രവാചകൻ കൊണ്ടുവന്ന ഒരു കാര്യം ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് മനസ്സിൽ കരുതുന്ന ആളുകൾക്ക് പോലും ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്, ഇഷ്ടമുണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരിക്കണം.
സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചക സ്നേഹം അവന്റെ നിർബന്ധമായ കർത്തവ്യമാണെന്നാണ് ഖുർആൻ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മുസ്ലിം റിപ്പോർട്ട് 44 നമ്പർ ഹദീസ് നമുക്ക് കാണാം. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, ലോകത്തിലുള്ള സർവ്വ മനുഷ്യരെക്കാളും എന്നെ ഇഷ്ടപ്പെടുമ്പോഴേക്കും, എന്നെ പ്രിയം വെക്കുമ്പോഴേക്കും നിങ്ങളിൽ ഒരാളും വിശ്വാസിയായി തീരുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയായി തീരുന്നതല്ല. ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, ലോകത്തിലുള്ള സർവ്വ മനുഷ്യരെക്കാളും ഏറ്റവും എന്നെ ഇഷ്ടം വെക്കും വരെ നിങ്ങളിൽ ആളും വിശ്വാസിയായി തീരുന്നതല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വന്തം മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, മുഴുവൻ മനുഷ്യരെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം. എത്രത്തോളം പ്രവാചകനെ സ്നേഹിക്കണം? സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, സഹോദരങ്ങളെക്കാൾ, ഇണകളെക്കാൾ, കുടുംബക്കാരെക്കാൾ, സമ്പത്തിനേക്കാൾ, കച്ചവടത്തെക്കാൾ, അവന്റെ വീടിനേക്കാൾ അവന് പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂലായിരിക്കണം എന്ന് 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 24-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർലൗനഹാ അഹബ്ബ ഇലൈകും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീസബീലിഹി ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഖുൽ നബിയെ പറയുക, ഇൻ കാന ആബാഉകും, നിങ്ങളുടെ പിതാക്കളാണെങ്കിൽ, വഅബ്നാഉകും, നിങ്ങളുടെ മക്കളും, വഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരങ്ങളും, വഅസ്വാജുകും, നിങ്ങളുടെ ഇണകളും, വഅശീറത്തുകും, നിങ്ങളുടെ ബന്ധുമിത്രാദികളും, വഅംവാലിൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പാദ്യ വസ്തുക്കളും, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നിങ്ങൾ നഷ്ടം ഭയക്കുന്ന നിങ്ങളുടെ കച്ചവടവും, വമസാകിന തർലൗനഹാ, നിങ്ങൾ തൃപ്തി അടഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പാർപ്പിടവും, അഹബ്ബ ഇലൈകും മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനേക്കാൾ, അവന്റെ റസൂലിനേക്കാൾ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാൾ നിങ്ങൾക്ക് വലുതാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ, ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത്, അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ കാത്തുകൊള്ളുക. ഈ പറയപ്പെട്ട വസ്തുക്കളെല്ലാം അള്ളാഹുവിനേക്കാൾ നിങ്ങൾക്ക്, അവന്റെ റസൂലിനേക്കാൾ നിങ്ങൾക്ക് മുഹബ്ബത്താണോ, അവയോടാണോ നിങ്ങൾക്ക് സ്നേഹമെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന മുന്നറിയിപ്പാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നത്. സഹോദരങ്ങളെ, സഹാബികൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എത്രത്തോളം വലുതായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ സഹാബികളായി നിങ്ങൾ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്, ആ പ്രവാചകനെ നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നത് എന്ന് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ അലി റളിയല്ലാഹു നൽകിയ മറുപടി, കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബായിനാ വഉമ്മഹാതിനാ വമിനൽ മാഇൽ ബാരിദി അലല്ലമഇ. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ, ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, വഔലാദിന, ഞങ്ങളുടെ മക്കളെക്കാൾ, വആബായിന, ഞങ്ങളുടെ പിതാക്കളെക്കാൾ, വഉമ്മഹാതിന, ഞങ്ങളുടെ മാതാക്കളെക്കാൾ, വമിനൽ മാഇൽ ബാരിദി അലല്ലമഇ, നല്ല ദാഹമുള്ള സമയത്ത് തങ്ങൾക്ക് ലഭിക്കുന്ന ആ തണുത്ത വെള്ളം, ആ വെള്ളത്തിനേക്കാൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂലിനെ ആയിരുന്നു എന്ന്
മഹാനായ അലി റളിയല്ലാഹു അൻഹു മറുപടി നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മറ്റുള്ളവയേക്കാൾ മാത്രം പോരാ, ഈ പറയപ്പെട്ട വസ്തുക്കളെക്കാൾ മാത്രം പോരാ, സ്വന്തത്തിനേക്കാളും സ്വന്തം നഫ്സിനേക്കാളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടൽ, ആ പ്രവാചകനെ സ്നേഹിക്കൽ നിർബന്ധമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിൽ നടന്ന സംഭാഷണം സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള സർവ്വ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, എന്നെ കഴിഞ്ഞാൽ, എന്റെ ശരീരം കഴിഞ്ഞാൽ മറ്റെന്തിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാകുന്നു. എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, വല്ലദീ നഫ്സി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക യാ ഉമർ. ഹേ ഉമറേ, നിന്റെ വിശ്വാസം പൂർത്തിയായിട്ടില്ല. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവാരുടെ കയ്യിലാണോ അവനാണ് സത്യം. നിന്നെക്കാളും എന്നെ ഇഷ്ടപ്പെടും വരെ നിനക്ക് വിശ്വാസിയാകാൻ കഴിയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിന്റെ ശരീരത്തെക്കാളും എന്നെ സ്നേഹിക്കും വരെ നിന്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല ഉമറേ. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി ലാ അന്ത അഹബ്ബ ഇലയ്യ മിൻ നഫ്സി. ഓ നബിയേ, എങ്കിൽ എന്നേക്കാൾ എന്റെ ശരീരത്തെക്കാൾ താങ്കളെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് റസൂലുള്ളാഹി പറയുന്നു, അല്ലാന യാ ഉമർ, ഉമറേ, ഇപ്പോഴാണ് നിന്റെ ഈമാൻ പൂർത്തിയായത്. നിന്റെ ഈമാൻ, നിന്റെ വിശ്വാസം പൂർത്തിയായത് ഇപ്പോഴാ. നിന്നെക്കാൾ എന്നെ സ്നേഹിക്കും വരെ നിനക്ക് വിശ്വാസിയായി തീരുക സാധ്യമല്ല. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിൽ 6-ാമത്തെ വചനത്തിലൂടെ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അന്നബിയ്യു പ്രവാചകനായിരിക്കണം, ഔലാ ബിൽ മുഅ്മിനീൻ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അടുത്തത്, മിൻ അൻഫുസിഹിം, അവരുടെ നഫ്സിനേക്കാൾ, അവരുടെ ശരീരത്തെക്കാൾ, സ്വന്തത്തെക്കാളും അവരോട് ഏറ്റവും അടുത്തത് അള്ളാഹുവിന്റെ റസൂലായിരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അപ്പോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനേക്കാളും ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെ ആയിരിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് 4781 നമ്പർ ഹദീസ് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ മുഅ്മിനിൻ ഇല്ലാ വഅന ഔലൻ നാസി ബിഹി ഫിദ്ദുനിയാ വൽ ആഖിറ. ഇഹത്തിലും പരത്തിലും ഒരു സത്യവിശ്വാസിയുമായി ഏറ്റവും ബന്ധപ്പെട്ടത് ഞാനാകുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്തു കൊള്ളുക. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തെക്കാൾ അവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത്, ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നബിയാണ് എന്ന ആയത്ത് നിങ്ങൾ പാരായണം ചെയ്തു കൊള്ളുക. അപ്പൊ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ റസൂലാണ് ഏറ്റവും ഒരു വിശ്വാസിയോട് ഏറ്റവും അടുത്തത്. അപ്പൊ ശരീരത്തെക്കാളും തനിക്ക് പ്രിയപ്പെട്ടതിനേക്കാളും പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അതായത് സ്വന്തം താല്പര്യങ്ങളെക്കാൾ പ്രവാചകന്റെ താല്പര്യങ്ങൾക്കാണ് ഒരു വിശ്വാസം മുൻഗണന നൽകേണ്ടത്. ഒരു കാര്യം കാണുമ്പോ അത് എന്റെ ഉമ്മയ്ക്ക് ഇഷ്ടമാണോ, എന്റെ വാപ്പയ്ക്ക് ഇഷ്ടമാണോ, എന്റെ സഹോദരി ഇഷ്ടമാണോ, എന്റെ കുടുംബക്കാർക്ക് ഇഷ്ടമാണോ, എന്റെ മഹല്ലുകാർക്ക് ഇഷ്ടമാണോ, എന്റെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമാണോ എന്നൊന്നും ഒരു വിശ്വാസം നോക്കേണ്ടതില്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമാണോ ആ കാര്യം, അതാർക്കെതിരാണെങ്കിലും ആര് എതിർത്താലും എന്റെ ഹബീബ്, ആ ഹബീബ് വെറുത്ത കാര്യമാണെങ്കിൽ അതിലേക്ക് ഞാനില്ല, എന്റെ ഹബീബ് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ ഞാൻ അതിലേക്ക് ഉള്ളു എന്ന് പ്രഖ്യാപിക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം.
സ്വന്തത്തെക്കാൾ അല്ലെങ്കിൽ സ്വന്തമായി ഉണ്ടാകുന്ന ഉൾക്കൊണ്ടയേക്കാൾ ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസിക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യത്തിലായിരിക്കണം പ്രിയപ്പെട്ടവരെ ഉത്കണ്ഠയുണ്ടാകേണ്ടത്. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളെ അക്ഷരാർത്ഥത്തിൽ പാലിച്ച് ജീവിച്ചവരായിരുന്നു പ്രവാചകന്റെ സഹാബത്തി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഹൃദയങ്ങളിൽ പ്രവാചകനേക്കാൾ ബഹുമാനവും ഇഷ്ടവും ആദരവും നിറഞ്ഞ ഒരു വ്യക്തിത്വവും അല്ലെങ്കിൽ ഒരു വ്യക്തിയും ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരെയും കുറിച്ച് പറയുന്നതായി നമുക്ക് കാണാം. വല്ലാഹി മാ റഅയ്തു മിൻ ഖൗമിൻ, അല്ലാഹുവാണ് സത്യം, മുഹമ്മദിന്റെ അനുചരന്മാർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് പോലെ അങ്ങേയറ്റത്തെ ഒരു സ്നേഹവും മറ്റൊരു സമുദായവും അവരുടെ നേതാവിനെ സ്നേഹിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനെയും അവിടുത്തെ അനുചരന്മാരെയും കണ്ടതിന് ശേഷം ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് അബൂ സുഫിയാൻ പ്രഖ്യാപിക്കുകയാണ്, പ്രവാചകനെ അവിടുത്തെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ലോകത്തൊരു വ്യക്തിയെയും അവരുടെ ആളുകൾ സ്വീകരിക്കുന്നതായി സ്നേഹിക്കുന്നതായി എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗമനം കൊണ്ട് സന്തോഷിച്ചതുപോലെ മദീനക്കാർ മറ്റൊന്നുകൊണ്ട് സന്തോഷിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 3925 നമ്പർ ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റയ്ക്ക് പോകാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അനുമതി കിട്ടിയപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരയുന്നത് ഞാൻ കാണുകയുണ്ടായി. സന്തോഷം കൊണ്ട് ഒരാൾ കരയുന്നത് അതുവരെ ഞാൻ കണ്ടിട്ടില്ല. പ്രവാചകനോടൊപ്പം ഹിജ്റ പോകാനുള്ള അനുമതി മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു കിട്ടിയപ്പോ ആ പ്രവാചകനോടൊപ്പം ഹിജ്റ പോകുന്നതിനുള്ള ആ സന്തോഷം നിമിത്തം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയത് ആയിഷ റളിയല്ലാഹു അൻഹ അനുസ്മരിക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യനും സന്തോഷം കൊണ്ട് കരയുന്നത് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേയില്ല. സഹോദരങ്ങളെ, അത്രത്തോളം പ്രവാചകനെ സ്നേഹിച്ച സഹാബത്തുൽ കിറാം, അവരാണ് പ്രവാചകനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ ഏറ്റവും കൂടുതൽ അവസരം ലഭിച്ചത് എനിക്കോ നിങ്ങൾക്കോ അല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം കൺകുളിർക്ക കണ്ട് ആസ്വദിക്കുവാൻ ഭാഗ്യം ലഭിച്ച ആ സഹാബത്ത്, അവരെ പോലെ ഒരാളും ഇന്ന് ലോകത്തിലില്ല. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹു അവരെയും അല്ലാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന അല്ലാഹുവിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആ സഹാബത്ത്, അവരാണ് പ്രവാചകനെ സ്നേഹിക്കാൻ ഏറ്റവും കൂടുതൽ അവസരം ലഭിച്ചത്. അവരാണ് ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചിട്ടുള്ളത്. അവരെ പോലെ ഒരാളും ഇന്ന് ലോകത്തില്ല. അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, അവർക്ക് കാണാതിരിക്കാൻ കഴിയുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പ്രവാചകനെ പിന്നെ കാണാൻ കഴിയില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് വിലപിക്കുന്ന സഹാബത്തിനെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു എന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, വല്ലാഹി അല്ലാഹുവാണ് സത്യം, എന്നേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് താങ്കളെയാകുന്നു, എന്റെ കുടുംബത്തെക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് താങ്കളെയാകുന്നു, എന്റെ മക്കളെക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് താങ്കളെയാകുന്നു. ഞാൻ വീട്ടിലായിരിക്കുമ്പോ താങ്കളെ ഓർത്തിരിക്കാൻ, താങ്കളെ ഓർത്താൽ ക്ഷമിച്ചിരിക്കാൻ എനിക്ക് കഴിയില്ല. ഉടനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും, നിങ്ങളെ വന്ന് കാണും. എന്റെയും താങ്കളുടെയും മരണത്തെ കുറിച്ച് ഓർത്താൽ, താങ്കൾ മരിച്ചു കഴിഞ്ഞാൽ പ്രവാചകന്മാരുടെ കൂടെ അങ്ങ് ഉയർന്ന പദവിയിലായിരിക്കും, സ്വർഗത്തിലായിരിക്കും ഇരിക്കുക. ആ സമയത്ത് ഈ സൗവാനി എങ്ങനെയാണ് താങ്കളെ കാണാൻ സാധിക്കുക എന്നതോർക്കുമ്പോഴാണ് എന്റെ വിഷമം എന്ന് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് തന്റെ ആവലാതി പറയുകയാണ്. അതേ ദുഃഖിതനായിരിക്കുന്ന സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ആ ദുഃഖത്തിന്റെ കാരണം പ്രവാചകൻ അന്വേഷിക്കുമ്പോ സൗബാൻ നൽകുന്ന മറുപടിയാണ്,
അള്ളാഹുവിന്റെ റസൂലെ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുമ്പോ അങ്ങയുടെ അടുക്കലേക്ക് ഓടി വരാനും അങ്ങയെ കാണാനും ഈ സൗഭാന് സാധിക്കും. അങ്ങ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ് നാളെ പരലോകത്ത് പ്രവാചകന്മാരുടെ കൂടെ ആ സ്വർഗത്തിലേക്ക് താങ്കൾ കടന്നു പോകുമ്പോ ഈ സൗഭാനത്തിന് സാധ്യമല്ലല്ലോ താങ്കളെ കാണാൻ. അതോർക്കുമ്പോഴാണ് എന്റെ വിലാപം എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂല് റളിയല്ലാഹുവിന്റെ മുമ്പിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ മേപ്പോട്ട് നോക്കി പ്രവാചകൻ നിൽക്കുമ്പോ അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നുകൊണ്ട് ഓടിക്കൊടുക്കുന്നു. മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. വമൻ യുതിഇല്ലാഹ വറസൂല, ആര് അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ചുവോ ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവർ അല്ലാഹു അനുഗ്രഹിച്ചവരോടൊപ്പമാണ്. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾ? നബിമാര്, സിദ്ദീഖുകള്, ശുഹദാക്കള്, സ്വാലിഹീങ്ങളും അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ അവർക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോഴാണ് സൗബാ റളിയല്ലാഹു അൻഹുവിന് സമാധാനമായത്. സഹോദരങ്ങളെ, ഉഹദിന്റെ ദിവസം അബൂ തൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, യാ നബിയല്ലാഹ് ബിഅബി അൻത വ ഉമ്മി ലാ തുശ്രിബ് യുസീബക. അല്ലാഹുവിന്റെ റസൂലേ, താങ്കളുടെ സുരക്ഷയ്ക്കായി എന്റെ മാതാപിതാക്കളെ ഞാൻ പകരം നൽകാം റസൂലേ. നിങ്ങൾ മുകളിൽ നിന്ന് എത്തി നോൽക്കരുത്. അങ്ങനെ ചെയ്താൽ അങ്ങേക്ക് ശത്രുക്കളുടെ അമ്പേക്കും. താങ്കളുടെ നെഞ്ചിനു മുമ്പിൽ പരിചയം നോണം. എന്റെ നെഞ്ചുണ്ട് പ്രവാചകരെ എന്ന് ഉഹദ് യുദ്ധത്തില് പ്രവാചകന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മുന്നോട്ട് വന്ന മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഉഹദ് യുദ്ധത്തിന്റെ പോർക്കളത്തില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ സംരക്ഷിച്ച മറ്റൊരു സഹാബിയാണ് മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. അതേ കൈസർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉഹദ് ദിനത്തിലെ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ സംരക്ഷിച്ച് പരിക്കേറ്റത് കാരണം ത്വൽഹയുടെ കൈ മരവിച്ചിരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി എന്ന് കൈസർ റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം വന്ന് പറയുകയാണ്, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് പ്രവാചകനേക്കാൾ എനിക്ക് വെറുപ്പുള്ള ഒരു വ്യക്തിത്വം ലോകത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ മുസ്ലിമായപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ എനിക്കിഷ്ടമുള്ള ഒരു വ്യക്തിയും ഉണ്ടായിട്ടില്ല എന്ന് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അവരെ സംബന്ധിച്ചിടത്തോളം, പ്രവാചകന്റെ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനോട് അവർക്ക് രണ്ട് ബാധ്യതകൾ ഉണ്ടായിരുന്നു. ഒന്ന്, പ്രവാചകനെ സംരക്ഷിക്കണം. മറ്റൊന്ന്, പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെ സംരക്ഷിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരൊറ്റ ബാധ്യതയുള്ളൂ, അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന ആദർശത്തെ മരണം വരെ ഉറച്ചു നിൽക്കാനും ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളാനുമാണ് നമുക്ക് സാധിക്കേണ്ടത്. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളമോ പ്രവാചകന്റെ സംരക്ഷണവും അവർക്കൊരു ഭാഗത്തുണ്ട്, പ്രവാചകൻ കൊണ്ടുവന്ന ആദർശവും മറ്റൊരു ഭാഗത്തുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, സ്വന്തം ജീവനേക്കാൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവന് വില കൽപ്പിച്ചവരായിരുന്നു ആ സഹാബത്തി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധത്തിന്റെ അവസരത്തില് അള്ളാഹുവിന്റെ റസൂലിനെ നേർക്ക് വരുന്ന അമ്പുകൾ സ്വന്തം ശരീരത്തിലേക്ക്, സ്വന്തം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങാൻ ആ സഹാബത്ത് തയ്യാറായിരുന്നു. ആ പറഞ്ഞുവല്ലോ, മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തില് ആ ഉഹദിന്റെ വേളയില് 70ഓളം അമ്പുകൾ തറച്ചതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് വരുന്ന ഓരോ അമ്പിനെയും സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി 70ഓളം അമ്പുകളോട് കൂടിയാണ് അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നടന്നു പോകുന്ന ഷഹീദിനെ നിങ്ങൾ കാണൂ. നടന്നു പോകുന്ന ഷഹീദിനെ കാണണമെങ്കിൽ ത്വൽഹ റളിയല്ലാഹു അൻഹു മുഖത്തിലേക്ക് നോക്കാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ഒരു രോമത്തിനു പോലും ഓറേൽക്കുന്നത് സഹിക്കാൻ ആ സഹാബത്തിന് സാധിക്കുമായിരുന്നില്ല. അതേ കൊലമരത്തിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് അതേ മുഹമ്മദിനെ ഒന്ന് പഴിച്ചു പറഞ്ഞാൽ, മുഹമ്മദിന്റെ മതം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ, നിന്നെ കൊലമരത്തിൽ നിന്നടിച്ച് നിന്നെ രക്ഷപ്പെടുത്താമെന്ന് പറയുന്ന സന്ദർഭത്തിൽ അതെ അള്ളാഹുവിന്റെ റസൂലിനെ പഴിച്ചുകൊണ്ടുള്ള, ആ റസൂലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള
ഒരു ജീവിതം എനിക്ക് ദുനിയാവിൽ വേണ്ടേ വേണ്ട, എന്നെ കൊല്ലുകയാണെങ്കിൽ എന്നെ കൊന്നുകൊള്ളുക എന്ന് പറഞ്ഞ് ആ കൊലമര സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങിയ സഹാബത്തിനെ നമുക്ക് അക്കൂട്ടത്തിൽ കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു എന്നുള്ള ഒരു കിംവദന്തി വരുന്നു. അതാ വീടുകളിൽ നിന്ന് പെണ്ണുങ്ങൾ പുറത്തേക്ക് ഓടുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന് എന്തു പറ്റി എന്നറിയാൻ അതേ പ്രിയപ്പെട്ടവരെ, ഒരു സഹാബ വനിത തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വിവരം അന്വേഷിച്ചുകൊണ്ട് വഴിയിൽ വെച്ചുകൊണ്ട് തടഞ്ഞുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ഭർത്താവിത യുദ്ധത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. ആ സഹോദരി, ആ വനിത, സഹാബ വനിത കേൾക്കാൻ നിൽക്കുന്നില്ല. അപ്പുറത്തേക്ക് മാറിയപ്പോ പറയുന്നു, നിങ്ങളുടെ മകൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു, വധിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും ആ സഹാബ വനിത ഓടുകയാണ്, നിങ്ങളുടെ പിതാവിത യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ സഹാബ വനിത, ആ സഹോദരി ഓടുകയാണ് യുദ്ധക്കളത്തിലേക്ക്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ അന്വേഷിക്കുന്നു, എന്റെ നേതാവിന് എന്തെങ്കിലും സംഭവിച്ചോ, എന്റെ നേതാവിന് എന്തെങ്കിലും പറ്റിയോ, അതാണ് എനിക്കറിയാനുള്ളത്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്നു, പ്രവാചകൻ സുരക്ഷിതനാണ് എന്ന് മനസ്സിലാക്കുമ്പോ ആ സഹാബ വനിത പ്രഖ്യാപിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് സുരക്ഷിതനാണെങ്കിൽ എനിക്ക് മറ്റൊന്നും ഒരു പ്രശ്നമല്ല. മറ്റെല്ലാ ദുരന്തങ്ങളും എന്റെ പിതാവും എന്റെ ഭർത്താവും എന്റെ മകനും ഈ യുദ്ധത്തിൽ ഷഹീദായാലും കൊല്ലപ്പെട്ടാലും അങ്ങ് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ എല്ലാ ദുരന്തങ്ങളും എനിക്ക് നിസ്സാരമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സഹാബ വനിതകൾ നമുക്ക് കാണാം. അതേ പ്രിയപ്പെട്ടവരെ, യുദ്ധവേളകളിൽ പ്രവാചകന്റെ നേരെ വരുന്ന അമ്പുകളെയും വാളിനെയും സ്വന്തം ശരീരം കൊണ്ട് തടഞ്ഞ് ഷഹീദാകാൻ ആ സഹാബത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഊഹദ് യുദ്ധത്തിൽ ഷഹീദായ അനസ് റളിയല്ലാഹു അൻഹു ശരീരത്തിൽ 80-ലേറെ വെട്ടും മുറിവും ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ ഖുറൈശികളുടെ പ്രതിനിധിയായി പ്രവാചകനെ സന്ദർശിച്ച ഉർവത്ത് ബിൻ മസ്ഊദ് തിരിച്ചു വന്നുകൊണ്ട് ഖുറൈശികളോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, ഖുറൈശികളെ, ഞാൻ കിസ്റയെയും കൈസറിനെയും നജാശിയെയും അവരുടെ കൊട്ടാരങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ മുഹമ്മദിന്റെ അനുയായികൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരും ആരെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ പ്രവാചകനെ സന്ദർശിച്ച ഉർവത്ത് ബിൻ മസ്ഊദ് തിരിച്ചു വന്ന് ഖുറൈശികളോട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രത്തോളം സ്നേഹിച്ചവരായിരുന്നു സഹാബത്തുൽ കിറാം എന്ന് നമുക്ക് കാണാൻ കഴിയും. അവരുടെ ആ സഹാബത്ത് പ്രവാചകനെ എങ്ങനെ സ്നേഹിച്ചോ ആ ഒരു സ്നേഹമാണ്, അതിനപ്പുറമുള്ള ഒരു സ്നേഹം നമുക്ക് വേണ്ട. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വന്തം ആദർശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകള് സ്വന്തം പിതാവായാലും സഹോദരനായാലും അവരെ പോലും വെട്ടി വീഴ്ത്താൻ ആ സഹാബത്ത് തയ്യാറായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ബദറിൽ ചോരയും ഏറ്റുമുട്ടിയത് കൊണ്ടാണ് ജനിച്ച നാടും വീടും വിട്ടു മക്കയിൽ നിന്ന് വരം തുടങ്ങിയ ആ മദീനയിലേക്ക് ചേക്കാറാൻ ആ സഹാബത്തിനെ പ്രേരിപ്പിച്ചതിന്റെ പിന്നിലെ ബലവും പ്രവാചകനോടുള്ള അടങ്ങാത്ത സ്നേഹമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ സഹാബത്ത് എങ്ങനെയാണോ പ്രവാചകനെ സ്നേഹിച്ചത് ആ വഴി പിന്തുടർന്നുകൊണ്ട് നമ്മൾ പ്രവാചകനെ ഇഷ്ടപ്പെടുക, പ്രവാചകനെ സ്നേഹിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് വഫാത്തായിട്ട് 1400-ൽ വർഷങ്ങൾ കഴിഞ്ഞു. സൂചിപ്പിച്ചതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്, ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നതിൻ്റെ പ്രധാന ഉദ്ദേശ്യം
പ്രവാചകന്റെ ആദർശത്തെ സ്നേഹിക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുക എന്നതാണ്. അത് പരമാവധി നമ്മുടെ ജീവിതത്തിൽ പകർത്തി മുമ്പോട്ട് പോകുക എന്നതാണ് പ്രവാചകനോടുള്ള സ്നേഹം. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. മൻ അഹബ്ബ സുന്നത്തി, ആര് എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടുവോ, ഫഖദ് അഹബ്ബനി, അവനാകുന്നു എന്നെ ഇഷ്ടപ്പെട്ടവൻ. വമൻ അഹബ്ബനി, ആര് എന്നെ ഇഷ്ടപ്പെട്ടുവോ, കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം, എങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജനനം മുതൽ മരണം വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ഇത്തിബായി ചെയ്തുകൊണ്ട് ആ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കലാണ്. പ്രവാചകന്റെ വാക്കുകളെ മറ്റുള്ളവരുടെ വാക്കുകളെക്കാൾ പ്രാധാന്യപൂർവ്വം പരിഗണിക്കുകയും ആ പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തുകയും ആ പ്രവാചകന്റെ സുന്നത്തുകളെ മഹത്വപ്പെടുത്തുകയും ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ സ്നേഹം പൂർണ്ണമാകുന്നത് ജീവിതത്തിലുടനീളം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കാരവും പ്രവാചകന്റെ സ്വഭാവവും പ്രവാചകന്റെ ചര്യവും ചാണിന് ചാണായും മുഴത്തിന് മുഴുവായും പരിപൂർണമായി സ്വീകരിക്കുമ്പോഴാണ് ഒരാൾക്ക് യഥാർത്ഥ പ്രവാചക സ്നേഹിയായി തീരുവാൻ സാധിക്കുന്നത്. ഫലാ വറബ്ബിക ഹത്താ ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഖറജൻ മിമ്മാ ഖളൈത യുസല്ലിമു തസ്ലീമാ. ഫലാ വറബ്ബിക, ഇല്ല, നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ലാ യുമിനൂന, നിങ്ങൾ വിശ്വാസിയാവുകയില്ല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഭിന്നതയുണ്ടായ കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ അവർ വിധികർത്താവാക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് വിധിച്ചതിനെ കുറിച്ച് അവരുടെ മനസ്സുകളിൽ യാതൊരു തരത്തിലുള്ള വിഷമവും തോന്നാതിരിക്കുകയും അത് പൂർണ്ണമായി സമ്മതിച്ച് അനുസരിക്കുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ വിശ്വാസിയാവുകയില്ല. അള്ളാഹുവിന്റെ റസൂലാണ് വിധികർത്താവ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം കൊണ്ടുവന്നാൽ അത് പരിപൂർണമായി അംഗീകരിക്കുക. ആ വിഷയത്തിൽ അങ്ങനെയായിക്കൂടെ ഇങ്ങനെയായിക്കൂടെ ഒരഭിപ്രായ വ്യത്യാസത്തിനും ഒരു വിശ്വാസിക്കും അർഹതയില്ല. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണോ അതങ്ങനെ തന്നെ ചെയ്യുക. അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ചതാണോ അതപ്പടി അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ആ വിഷയത്തില് പിന്നീട് മനസ്സിന്റെ ഉള്ളില് പലതരത്തിലുള്ള വിഷമതകൾ പ്രയാസങ്ങൾ ഒന്നും ഉണ്ടായിക്കൂടാ. അതുവരേക്ക് നിങ്ങൾ വിശ്വാസിയായി തീരുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബീഉൽ അവ്വൽ മാസത്തിന് പരിശുദ്ധ ഇസ്ലാമിൽ യാതൊരു പുണ്യവും ഇല്ല. പ്രമാണങ്ങളില്ല, ഖുർആനില്ല, ഹദീസിലില്ല, സച്ചരിതരായ ഖുലഫാഉ റാഷിദുകളുടെ ചര്യയില്ല, താബികളില്ല, തബൂ താബികളിലില്ല, അയിമ്മത്തുൽ അർവാ 4 മദ്ഹബിന്റെ ഇമാമുകൾക്കിടയിൽ പരിചയമില്ല. റബീഉൽ അവ്വൽ മാസത്തിനോ പ്രവാചകൻ ജനിച്ചു എന്ന് പറയപ്പെടുന്ന പ്രവാചകൻ വഫാത്തായ റബീഉൽ അവ്വൽ 12-ന് എന്തെങ്കിലും ഒരു പുണ്യമുള്ളതായി പവിത്രതയുള്ളതായി പരിശുദ്ധ ഇസ്ലാമിലെ പ്രമാണങ്ങളിലൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത ഒരാഘോഷമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ചില ആളുകൾ കടത്തിക്കൂട്ടിയിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഖുർആനിലില്ല, പ്രവാചകന്റെ ഹദീസിലില്ല, ഖുലഫാഉ റാഷിദുകളുടെ ചര്യയില്ല, സഹാബത്തിന് പരിചയമില്ല, ഇമാമുകൾക്ക് പരിചയമില്ല, മുൻഗാമികളായ സലഫുകൾക്ക് ആർക്കും പരിചയമില്ലാത്ത ഒരാഘോഷമാണ് റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ആഘോഷങ്ങളും. അതുപോലെ 1 മുതൽ 12 വരെ പല പള്ളികളിലും പാരായണം ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്ന ഈ മൗലിദും ഇതൊന്നും തന്നെ ഇസ്ലാമല്ല. ഇതെല്ലാം തന്നെ പിന്നീട് ഇസ്ലാമിലേക്ക് യൂതന്മാരായ ആളുകൾ ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ചില ഷിയാക്കളെ പോലുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയ കാര്യങ്ങളാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
സ്നേഹിക്കുക എന്നുള്ളത് ഇത്തരം പ്രവാചകൻ വിരോധിച്ച, പ്രവാചകൻ പഠിപ്പിക്കാത്ത അനാചാരങ്ങളിൽ നിന്ന്, വിദ്യാർത്ഥികളിൽ നിന്ന് വിട്ടു നിൽക്കലും പ്രവാചക സ്നേഹമാണ്. മറിച്ച് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യുന്നത് ആ പ്രവാചകനെ സ്നേഹിക്കലല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ നിന്ദിക്കലാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കിത്രയും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ മഹാഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തിൽ വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് വിട പറയാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് ഐക്യവും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളിൽ നിന്നും നമ്മുടെ സമുദായത്തെ മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഖാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا. ربنا إنك رؤوف رحيم.